നമസ്കാരം. ബുക്ക് മാർക്കിലേക്ക് സ്വാഗതം. ബുക്ക് മാർക്കിൻ്റെ ആദ്യ ലക്കത്തിന് വളരെ നല്ല സ്വീകരണമാണ് ലഭിച്ചത്. ഏറെ പേർ ഈ പരിപാടി കണ്ടു, അഭിപ്രായങ്ങൾ അറിയിച്ചു, കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകി. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. പ്രദീപൻ പാമ്പിരികുന്ന് എന്ന എഴുത്തുകാരൻ്റെ ആദ്യത്തെയും ദൗർഭാഗ്യവശാൽ അവസാനത്തെയും നോവലാണ് എരി. ചിന്തകനും പ്രഭാഷകനും ഗവേഷകനും നാടകപ്രവർത്തകനും ഒക്കെയായിരുന്നു പ്രദീപൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഈ നോവൽ. 47-ാം വയസ്സിൽ ഒരു അപകടത്തിലൂടെ കാലം ആ ജീവന് തിരശ്ശീലയിടുമ്പോൾ എരി അച്ചടി മഷി പുരണ്ടിരുന്നില്ല. പിന്നീട് പ്രദീപൻ്റെ സുഹൃത്തുക്കളാണ് ഈ നോവൽ പുറത്തിറക്കാൻ മുൻകൈയെടുത്തത്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമായി ഇതൾ വിരിയുന്ന ഈ നോവൽ പറയനെരി എന്ന കീഴാളൻ്റെ കഥയാണ് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പറയനെരിയുടെ പുരാവൃത്തം തേടി ഒരു ഗവേഷകൻ നടത്തുന്ന അന്വേഷണങ്ങളുടെ മനോഹരമായ ആഖ്യാനമാണ് ഈ നോവൽ. ആർജിതമായ ജ്ഞാനം കൊണ്ട് തൻ്റെ കീഴാള സ്വത്വത്തെ അതിജീവിച്ച എരി എന്ന മനുഷ്യൻ്റെ കഥയാണ് പ്രദീപൻ പറയുന്നത്. ചരിത്രത്തിലെ പരാജിതരാണ് കീഴാളന്മാർ. അവർക്ക് എഴുതപ്പെട്ട ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ നിരവധി പേരുടെ ഓർമ്മകളിലൂടെയാണ് പറയനെരി എന്ന കഥാപാത്രം മൂർത്തരൂപം കൈക്കൊള്ളുന്നത്. ഒരു കാലത്ത് രാജവിളംബരം പറകൊട്ടി അറിയിച്ചവരാണ് പറയന്മാർ, പാക്കനാരുടെ വംശം. എന്നാൽ പിൽക്കാലത്ത് അവർ ആരാലും പറയപ്പെടാത്തവരായി, കേൾക്കപ്പെടാത്തവരായി. മാനസികമായി കൊടിയ അടിമത്തത്തിൻ്റെ വിഷം തീണ്ടിയ ഒരു സമൂഹത്തിന് തങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന തിരിച്ചറിവ് നൽകുകയാണ് പറയനെരി. പറയനെരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പറയനെരി ഒരു അത്ഭുതം തന്നെയായിരുന്നു. അയാളെക്കുറിച്ച് ആദ്യം കേട്ട ഐതിഹ്യം ഇങ്ങനെ: രാത്രി ഒരു 12 മണിയായിരിക്കണം. ചാലിയൻ രാമൻ കണ്ണൂരിലെ മില്ലിൽ തുണി കൊടുത്ത് തിരിച്ച് ചെരിച്ചിൽ പള്ളി വഴി നടന്നു വരികയായിരുന്നു. 10 നാഴിക നടക്കണം രാമൻ താമസിക്കുന്ന പന്നിയൂർ തെരുവിലെത്താൻ. അയാൾ പയ്യോളിയിൽ നിന്ന് കത്തിച്ച ചൂട്ട് തീർന്നു പോയിരുന്നു. ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് ഒരുവിധം 5-ാം പീടികയെത്തി. അന്നവിടെ ഒരു ചായപ്പീടികയുണ്ട്. ആ തിണ്ണയിൽ മുറുക്കിക്കൊണ്ട് ഒരാളിരിക്കുന്നു. ഇരുട്ടിലൂടെ അയാളുടെ ആരോഗ്യം സ്പഷ്ടമായിരുന്നു. നീളം കുറവെങ്കിലും ബുദ്ധഛായയിൽ അയാളിരുന്നു. രാമൻ ചോദിച്ചു, ഒരു ചൂട്ട് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ജാതി മനസ്സിലാവാത്തതിനാൽ അഭിസംബോധനയോ അധികാരവിധേയത്വമോ ആ ചോദ്യത്തിൽ സ്പഷ്ടമായിരുന്നില്ല. എവിടെയാ പോവേണ്ടത്? ഇരുട്ടിൽ നിന്ന് അയാൾ ചോദിച്ചു. പന്നിയൂരെത്തണം. ചൂട്ടില്ല, എന്നാലും വഴിയുണ്ടാക്കാം. ഇങ്ങടുത്തു വരുന്നതിൽ വിരോധമില്ലല്ലോ. അയാൾ അരയിലെ കുരിയയിൽ നിന്ന് എന്തോ ഒരു ഡപ്പിയെടുത്ത് തുറന്ന് ഇടത്തെ ചെറുവിരൽ കൊണ്ട് അതിൽ നിന്ന് അല്പം എന്തോ മരുന്നെടുത്ത് രാമൻ്റെ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. ഇനി പൊയ്ക്കോളൂ. രാമൻ നടന്നു. അയാൾക്ക് മുന്നിൽ ഇരുട്ട് വഴിമാറിക്കൊടുത്തു. അത്ഭുതത്തോടെ രാമൻ തിരിഞ്ഞു നോക്കുമ്പോൾ തിണ്ണയിൽ അയാളില്ല. ഇങ്ങനെ നാട്ടുവായ്മൊഴികളിലൂടെയും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളിലൂടെയുമൊക്കെ എരി എന്ന കഥാപാത്രത്തെ വായനക്കാരുടെ മനസ്സിൽ ചരിത്രപുരുഷനായോ ഒരു ഇതിഹാസ പുരുഷനായോ ഒക്കെ വളർത്തിയെടുക്കാൻ പ്രദീപന് ഈ നോവലിലൂടെ കഴിയുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ പ്രാദേശിക കീഴാള ജീവിതം എരിയുടെ അന്തർധാരയാകുന്നു. താളവും വാദ്യവും സംഗീതവും നാട്ടുശീലുകളും ഗവേഷണത്തിൻ്റെ ജാഗ്രതയുമൊക്കെ ഈ നോവലിൻ്റെ പശ്ചാത്തലത്തെ വളരെ മിഴിവുള്ളതാക്കി തീർക്കുന്നു. മലയാളത്തിൽ സമീപകാലത്തിറങ്ങിയ ശ്രദ്ധേയമായ നോവലുകളിലൊന്നാണ് എരി എന്ന് നിസ്സംശയം പറയാം. DC ബുക്സാണ് എരി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വില 125 രൂപ. ബുക്ക് മാർക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ ചുവടെ കുറിക്കുക. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും അപേക്ഷിക്കുന്നു. തുടർന്നുള്ള ലക്കങ്ങൾക്കായി മൺസൂൺ മീഡിയയുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.